ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അളിയൻസ് ആൻഡ് നാത്തൂൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞ് വലിയ വീടിൻ്റെ ഒരു ഹോം ടൂറാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അച്ഛൻ്റെ ജീവൻ്റെ ജീവനായ, അല്ലെങ്കിൽ അച്ഛൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അച്ഛൻ്റെ കുഞ്ഞി പൂന്തോട്ടമാണ് കാണിക്കുന്നത്. ഇതിങ്ങനെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ നല്ല പാടാണ് കേട്ടോ. അച്ഛൻ നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ്, കാരണം അത്രയും ചൂടാണ് കാഞ്ഞിരപ്പുഴയിലല്ല, കേരളം മൊത്തം നല്ല ചൂടാണെന്നറിയാം, പക്ഷെ കൂടുതലാണെന്നാണ് കേൾക്കുന്നത് കാഞ്ഞിരപ്പുഴയിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുന്നത് ഹാളിലേക്കാണ്, അല്ലെങ്കിൽ ഉമ്മറെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ഒരു സെറ്റി, ഒരു കുഞ്ഞ് അക്വേറിയം, പിന്നെ TV, അതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ വാളിൽ മൊത്തം അത്യാവശ്യം ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, പണ്ട് മുതലേ ഉള്ള ഫോട്ടോസ്. ഇത് നമ്മുടെ സെക്കൻഡ്, ആദ്യം കയറി ചെല്ലുന്ന ഹാളിൽ നിന്നുള്ള റൂമാണ് കേട്ടോ. ഹാളിൽ നിന്ന് നേരെ ഉള്ള റൂം. അപ്പോൾ ഇവിടെ കുറച്ച് ബുക്സൊക്കെ ഉണ്ട്, ഏട്ടൻ്റെ അടുത്തമ്മയുടെയൊക്കെ ബുക്സാണ്. പിന്നെ ഇതൊരു കബോർഡ്. സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഈ റൂമിൽ കിടക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഏട്ടത്തിയമ്മയൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് വരുമ്പോൾ അച്ഛനും അമ്മയും ഇവിടെ കിടക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അവരിവിടെയാണ് കേട്ടോ കിടക്കാറ്. ഇത് ഞാൻ കബോർഡ് തുറന്ന് കാണിക്കാൻ കാരണം ഞാനിതിപ്പോൾ അടുത്ത് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. ഞാനൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, കാരണം കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടിയാലോ. ഞാനൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് കേട്ടോ. ഈ ക്ലീനിങ് വീഡിയോസൊക്കെ കണ്ട പെട്ടെന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെറിയ രീതിക്കെങ്കിലും ഞാൻ എൻ്റെ വീടും അങ്ങനെയൊക്കെ ട്രൈ ചെയ്യും മേക്ക് ഓവർ ചെയ്യാനൊക്കെ. ഇവിടെ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ അറിയില്ല, കാരണം കുറച്ച് സ്പേസേ ഉള്ളൂ, കുറേ സാധനങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹാളിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് കല്യാണത്തിൻ്റെ ഫോട്ടോസാണ്, ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോയും ഏടത്തിയമ്മയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോയും. പിന്നെ കുറച്ച് കലണ്ടേഴ്സ് സ്റ്റുഡിയോക്കാർ തരുന്നത്. അപ്പോൾ ഇതാണ് ഇടവഴിയിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും ഓരോ റൂമുകളുണ്ട്. അപ്പോൾ ഈ കയറുന്നതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് കേട്ടോ. ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസാണ് എൻ്റെ. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടിട്ടുള്ള ഞങ്ങളുടെ ഹാപ്പിനെസ്, സങ്കടങ്ങളും എല്ലാം ഷെയർ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാ മൊമെൻറ്റും ഷെയർ ചെയ്ത്, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്ത ഒരു സ്പേസ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അത്രത്തോളം ഇഷ്ടമാണ്. കുഞ്ഞു ചെക്കൻ കിടന്നുറങ്ങാണ് കേട്ടോ. അവനെ ഉച്ചയ്ക്ക് ഞാൻ കിടത്തി ഉറക്കാൻ കുറേ ശ്രമിച്ചു, പക്ഷെ ഉച്ചയ്ക്ക് അവൻ ഉറങ്ങിയില്ല, അവൻ വൈകുന്നേരം ഉറങ്ങി. പിന്നെ ഇന്നെന്തോ ഭാഗ്യത്തിന് മഴ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സുഖത്തിൽ കിടക്കാൻ തോന്നുന്നു. മീൻസ് കാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എടുത്ത് കഴിഞ്ഞിട്ടാണ് മഴ പെയ്തത്. അപ്പോൾ ഞാൻ അവനെ ആദ്യത്തെ മഴ കാണിക്കാൻ വേണ്ടിയിട്ട് അവനെ ഉറക്കത്തുനിന്ന് എടുത്തായിരുന്നു. പിന്നെ അവൻ കിടന്നുറങ്ങി. അപ്പോൾ ഇതും ഞാൻ കബോർഡ് കാണിച്ചു തരും, കാരണം ഇത് ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു. ഇത് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യത്തിലധികം പാടുപെട്ടു കേട്ടോ. കാരണം എൻ്റെ ഡെലിവറിക്ക് മുന്നുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു കുറേ. അപ്പോൾ അത് ഇപ്പോൾ ഫിറ്റാവില്ല, കുറേയൊക്കെ കൊടുത്തു. പിന്നെയും പ്രതീക്ഷയിൽ ഞാൻ വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കൊള്ളുമായിരിക്കും എന്ന് പറഞ്ഞ് കുറച്ചെണ്ണം. അപ്പോൾ അതൊക്കെ മാറ്റി വേർതിരിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഏടത്തിയമ്മയുടെ അല്ലെങ്കിൽ തുമ്പിക്കുട്ട റൂം. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു സാധാരണ ദിവസം നമ്മുടെ വീട് എങ്ങനെ കിടക്കുന്നോ അതുതന്നെ കേട്ടോ ഇതിലുള്ളൂ. കാരണം സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഡീപ്പ് ക്ലീനിങ് വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ കബോർഡുകളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വരുന്നേ ഉള്ളൂ. കാരണം എല്ലാം കൂടെ ഒരു ദിവസം, ഇപ്പോൾ ഒരു റൂം മൊത്തം ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ചെറിയ കുട്ടികളുണ്ട്, അത് നടക്കണില്ല. പണ്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പം അത് പറ്റുന്നില്ല. എന്തായാലും ഇതിൻ്റെയും കബോർഡ് ഞാൻ കാണിക്കും, കാരണം ഞാൻ കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയതല്ലേ. അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിക്കാൻ മറക്കില്ല, അത് മസ്റ്റാണ്. പിന്നെന്താ, അമ്മ പറയും കുഞ്ഞു വീടാണ്, ഇതൊക്കെ കാണിക്കണമെന്നൊക്കെ ചോദിക്കട്ടോ. ഒരു ക്ലീനിനെസ്സിൻ്റെ ആളും കൂടാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ ചോദിക്കും ഈ പൊടിയും സാധനങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ഇരിക്കണ വീടാണോ കാണിച്ചെടുക്കണേന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ ഈ ചെറിയ വീടാണെങ്കിൽ കൂടെ ടച്ച് വുഡ് ഇവിടെ ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വലിയ വീട് ആയിട്ടൊന്നും കാര്യമില്ല, സമാധാനം അല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. എനിക്ക് അങ്ങനെയല്ല, ഇവിടെ ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് ഇത്രയും കാലം ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ഇനിയും പോട്ടെ. പിന്നെ ഇതാണ് നമ്മുടെ കുഞ്ഞു വലിയ കിച്ചൺ.
അപ്പോൾ അച്ഛൻ, ഞാൻ ആദ്യം അങ്ങോട്ട് കൈ കാണിച്ചപ്പോൾ അച്ഛൻ നേരെ ഓപ്പോസിറ്റാണ് വീഡിയോ എടുത്തത്. ഇതാണ് കേട്ടോ കിച്ചൺ. നമുക്ക് അവിടെ ഷെൽഫ് ഇടണം എന്നൊക്കെ ഉണ്ട്, മീൻസ് ആദ്യം കാണിച്ച പ്ലേസിൽ. കാരണം അവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തിരിക്കുന്നത്. പാത്രങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഷെൽഫ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കവർ ചെയ്യാം. ശരിക്ക് ഇടണമെന്നുണ്ട്, ഇടുമായിരിക്കും ഭാവിയിൽ. ഇത് ടേബിള്, നമ്മളിവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. പിന്നെ കുഞ്ഞൊരു ഫ്രിഡ്ജ്, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലേസസ്. അപ്പോൾ നമുക്കിനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്